ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്തു പറയാനാണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് 2 ദിവസം മുന്നേ ഉണ്ടായ ഒരു മരണകാരണം, അരളിപ്പൂ കഴിച്ചെന്ന പേരിൽ ഒരു BSc നേഴ്സ് ആയി, അതായത് സ്വപ്നങ്ങളിലേക്ക് ചുവട് വെക്കാനിരിക്കെ, അതായത് എയർപോർട്ടിൽ കയറി ആ ഒരു സ്പോട്ടിലാണ് മരണമടയുന്നത്. കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായി. അത് നേരിട്ട് അവളുടെ അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ വളരെ സങ്കടത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അത്രയും പ്രതീക്ഷ കൊടുത്തു വളർത്തി, അവിടുന്നും ഇവിടുന്നും കടമൊക്കെ വാങ്ങിയിട്ട് അവളെ ഒരു നേഴ്സാക്കി, ആ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആ പെൺകുട്ടിയെ നേഴ്സാക്കി അച്ഛനും അമ്മയും കൂടിയിട്ട്. എന്നിട്ടും ഈ ഒരു സാഹചര്യത്തെ പറയാൻ കഴിയുന്നില്ല. അത്രയും സങ്കടത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ വാക്കുകൾ ഇടറുന്നു. ഞാൻ ഇപ്പോൾ കേട്ടതാണ്, അതായത് 2 ദിവസമായി സംഭവം നടന്നിട്ട്. പക്ഷേ ന്യൂസിലും സോഷ്യൽ മീഡിയയിലും ഭയങ്കര ന്യൂസായി, അതായത് ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പെൺകുട്ടി മരിക്കുമ്പോൾ വിഷം ചെന്നിട്ടാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ അതിപ്പോൾ ഇന്നത്തെ ജനറേഷൻ ആരും ഉൾക്കൊള്ളില്ല. ഒരു അരളിപ്പൂ കഴിച്ചെന്ന പേരിൽ മരണമടഞ്ഞു. അവർക്കാർക്കും ഈ ആയുർവേദത്തിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പഴമയുടെ പിന്നിലോ പോകാനുള്ള ആ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് അരളിപ്പൂ കഴിച്ചെന്ന പേരിലായിരിക്കില്ല ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടാകും. അങ്ങനത്തെ ഓരോരോ ഇറിറ്റേഷൻ കമൻസൊക്കെ കണ്ടപ്പോൾ വീഡിയോ ചെയ്യാൻ തോന്നി. കാരണം ഒരു എരേനെ പോലും സോഷ്യൽ മീഡിയ വിടില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം സത്യത്തിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. അതായത് ഒരു യാദൃശ്ചികമായി വന്ന ഫോൺ കോള്, നമുക്കെല്ലാവർക്കും ഫോൺ കോൾ വരലുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഫോൺ ചെയ്ത് വേണമെങ്കിൽ, ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കടലാസ് കയറി അല്ലെങ്കിൽ പെണ്ണിന് കുത്തി ഞാൻ തന്നെ എല്ലാവരും തന്നെ അങ്ങനെ നമ്മളുടെ ഒരു ജസ്റ്റേഴ്സ് തന്നെ ആ ഫോണിൽ ലയിച്ചിട്ട് നമ്മളുടെ മൈൻഡ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ ഈ സൂര്യ എന്ന് പറഞ്ഞ പെൺകുട്ടി ഫോണിലിരിക്കെ മുന്നിലുള്ള ചെടി അത് അരളിയാണോ അല്ലെങ്കിൽ മുല്ലയാണോ എന്നൊന്നും നോക്കിയില്ല. ജസ്റ്റ് അത് കടിച്ച് അതിൻ്റെ പേരിലാണ് മരണമടഞ്ഞത്. അതിൻ്റെ പേരിൽ ഇതിൻ്റെ വിഷവസ്തു. അപ്പോൾ അരളിയെക്കുറിച്ചിട്ട് അറിയാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അരളിപ്പൂ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു പൂവാണ്. അരളിയുടെ ചെടി പണ്ട് കാലങ്ങളിൽ ഈ പല ആവശ്യങ്ങൾക്കും, പണ്ട് കാലങ്ങളിൽ ഇപ്പോഴത്തന്നെ ഇത് അറിയുന്നവർക്ക് അറിയാം. ഈ മംഗലത്തിനുള്ള, നമ്മളെ കണ്ണൂർ ഭാഷയാണ് കേട്ടോ, സോറി. ഈ കല്യാണത്തിനുള്ള ചടങ്ങിനും ഈ അമ്പലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ അവിടുത്തെ ഒരു സ്ത്രീ പറയുന്നുണ്ട്, നമ്മുടെ ഈ പ്രസാദം കിട്ടൂലേ, പായസം, അതിലൊക്കെ ഈ അരളിപ്പൂ ഉണ്ടാവലുണ്ട് എന്നാണ്. പക്ഷേ അരളിയുടെ പൂ തണ്ടിനെയും ഇലയിനെയും അപേക്ഷിച്ച് വിഷം കുറവാണ്. അതായത് ചെറിയ ഒരു എമൗണ്ടിലൊന്നും, ഒരു ക്വാണ്ടിറ്റിയിലൊന്നും പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അതായത് അരളിയുടെ ഇലകളിലും തണ്ടിലും വേരിലും നല്ല വിഷമുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ സംവാദം കേട്ടിട്ടുണ്ട് ഡോക്ടർമാരുടെയും ഈ വാർത്താ ചാനലുകളിലൊക്കെ പറയുന്നത്, ഡോക്ടേഴ്സ് അരളിയിലുള്ളത് ഒരു രാസവസ്തുവാണ് വിഷമായിട്ട് പ്രവർത്തിക്കുന്നത്. അതൊരു കാർഡിയക് പോയിസൺ എന്നാണ് പറയുന്നത്. അതായത് ഹൃദയത്തിനെയാണ് അത് പെട്ടെന്ന് തന്നെ ബാധിക്കുക. നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാന അവയവം ഹൃദയം തന്നെയല്ലേ. അപ്പോൾ ഈ രാസവസ്തു എന്ന് പറയുന്നത് ഒലിയാൻഡ്രിജൻ എന്ന് പറഞ്ഞ ഒരു രാസവസ്തുവാണ് ഈ അരളി ചെടിയിലുള്ളത്. അതൊരു കുറ്റി വർഗത്തിൽപ്പെട്ട ചെടിയാണ് അരളിപ്പൂ. അരളിപ്പൂ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ചില വീട്ടുകളിലെല്ലാം നല്ല പുഷ്പം, അതായത് ഇതിന് നിറയെ പൂക്കൾ വരും. നിറയെ പൂക്കൾ വരുന്ന ചെടികൾ നമ്മൾ സാധാരണ നടാറുണ്ടല്ലോ. അപ്പോൾ ഈ നിറയെ പൂക്കൾ വരുന്ന ചെടികളിൽ ഇത്രമാത്രം വിഷയിരിപ്പുണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് തിരിഞ്ഞത്. അതായത് ഒരു ജീവനെ തന്നെ എടുക്കുമെന്ന് ഇപ്പം മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും പരിസരത്തൊക്കെ ഈ ചെടി ഉണ്ടെങ്കിൽ, അതായത് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ആ കുട്ടികളൊക്കെ തിന്നാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കുക, അതിനെ വെട്ടി നശിപ്പിക്കുക. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഒലിയാൻഡ്രിജൻ എന്ന് പറഞ്ഞ രാസവസ്തു. ഈ രാസവസ്തുവാണ് നമ്മുടെ ശരീരത്തിൽ ആദ്യം എത്തുന്നത്. അപ്പോൾ ഈ രാസവസ്തു നമ്മുടെ ശരീരത്തിൽ ആദ്യം പ്രവേശിക്കുകയും ഫസ്റ്റ് നമ്മുടെ ഈ മൗത്ത്, അതായത് ഈ വായിക്കൂടെ നമ്മൾ കഴിക്കുമ്പോൾ, അതായത് ഭയങ്കര ഇറിറ്റേഷൻ, ഈ കഴിക്കുമ്പോൾ തന്നെ ഇറിറ്റേഷൻ സംഭവിക്കും. പക്ഷെ നമ്മളൊരു ഫോൺ കോളിലായതുകൊണ്ടാണ് ആ ഒരു കുട്ടിക്ക് ആ ഇറിറ്റേഷൻ സംഭവിക്കാതിരുന്നിട്ടുണ്ടാകുക എന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് തന്നെ നമുക്കത് അങ്ങനെ ഇറിറ്റേഷൻ സംഭവിക്കും. അപ്പോൾ അത് ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ് കഴിച്ചത്. എന്നിട്ടും സംഭവിച്ചതെങ്കിൽ അതിൽ എത്രമാത്രം കൊടിയ വിഷയമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
ഡോക്ടർ ഇതിനെ പറയുന്നത് കാർഡിയാക് പോയിസൺ എന്നാണ്. അതായത് ഈ വിഷവസ്തു അല്ലെങ്കിൽ ഈ പൂ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഫസ്റ്റ് ഈ വായ്ക്കൊരു ഇറിറ്റേഷൻ സംഭവിക്കുകയും പിന്നീട് ശരീരത്തിൽ എത്തിയിട്ട് അത് ഫസ്റ്റ് ബാധിക്കുക നമ്മളെ ഹൃദയത്തിനെ തന്നെയാണ്. അത് ഉള്ളിൽ ചെല്ലുന്നതിന് വിഷം കൂടി കൂടി വരാൻ ചാൻസ് ഉള്ള സംഭവമാണ്. അതായത് നമുക്ക് ഫസ്റ്റ് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ വയറുവേദന, പിന്നെ വയറിളക്കം, അങ്ങനത്തെ സംഭവം നമുക്ക് നേരിടാം. പിന്നെന്ന് പറഞ്ഞത് ഹൃദയമിടിപ്പിൻ്റെ വേഗത കുറഞ്ഞു സംഭവിക്കും. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഡെത്തിലേക്ക് പോവുകയാണ് ചെയ്യാം. ഇവിടെ സൂര്യ സുരേന്ദ്രന് സംഭവിച്ചത് ഇങ്ങനെയാണ്. അതായത് പിന്നെ കഴിച്ചിട്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നീട് ഇറിറ്റേഷൻ വരാൻ തുടങ്ങി. അതായത് വയറിളക്കം, പിന്നെ അതായത് എയർപോർട്ടിൽ പോകുന്നതിന് മുന്നേ വയറ്റിൽ പോയിനെന്ന് അതായത് അമ്മ പറയുന്നുണ്ട്. അതായത് ആ കുട്ടിക്ക് സ്പോട്ടിൽ ബാത്റൂം പോകാൻ മുട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വയറ്റിൽ നിളക്കം സംഭവിക്കുന്നു ഇതിൻ്റെ സിംറ്റംസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഛർദിൽ വരും. അതായത് ഈ വിഷം ഉള്ളിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കുന്നതിന് ഛർദിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ എയർപോർട്ടിൽ എത്തുന്നവരെ ഈ കുട്ടി ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അരളിയിൽ വൻ വിഷമുണ്ടെന്ന്. ആ രാസവസ്തുവാണ് ഈ മരണകാരണം സംഭവിച്ചത്. ഇനിയെങ്കിലും മനസ്സിലാക്കൂ. ഈ സോഷ്യൽ മീഡിയ ഇരയാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിപ്പോൾ പറയുന്നത് അതൊന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും വിഷമാണ്. ഔദ്യോഗികമായി പറഞ്ഞു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, വിഷാംശം ചെന്നിട്ടാണ് ആ കുട്ടി മരണമടഞ്ഞതെന്ന്. അപ്പോൾ അവർക്ക് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഈ കാര്യം പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. വളരെ സങ്കടമുണ്ട് ഈ ഒരു സംഭവത്തെ തുടർന്ന്. കാരണം ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഒറ്റയടിക്ക് നശിച്ചത്. നമ്മൾ ഓരോ അരിമണി ശേഖരിച്ചിരിക്കുന്നത് പോലെ ആ കുട്ടിയെ വളർത്താൻ ആ മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. BSc നേഴ്സ് വരെ അപ്പുറം ഇപ്പുറം കടം ഉണ്ടായിട്ടും ആ ഒരു നിലയിലെത്തിച്ച് ഭാവിയുടെ സ്വപ്നവാതിക്കൽ കൊണ്ടെത്തിയ കുട്ടിയെ തിരിച്ചു വിളിച്ചത് മരണമാണ്. അതായത് ജസ്റ്റ് തലകറക്കം സംഭവിച്ചു. അത് ഹൃദയ സംബന്ധമായ രോഗത്തിന്, അതായത് ഹൃദയം നിലച്ചു. ഞാൻ പറഞ്ഞല്ലോ അറ്റ് ലാസ്റ്റ് ഡെത്ത്, അതായത് ഈ ഹാർട്ട് ബീറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരിക. അപ്പോൾ ഡോക്ടേഴ്സെല്ലാം ഇതാണ് പറയുന്നത്, ഈ കാർഡിയാക് പോയിസൺ പിന്നെ നമ്മുടെ ഈ വീടിനെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി നശിപ്പിച്ച് കളയുക. അപ്പോൾ അരളിച്ചെടിയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. പിന്നെ ഇനിയുള്ള ആവശ്യങ്ങളിൽ അരളിപ്പൂ പരമാവധി നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ മുന്നിലൊരു മരണം നമ്മൾ കണ്ടു, നമ്മുടെ ജീവനെടുത്ത് ഈ മരണം കണ്ടു, വളരെ സങ്കടമുണ്ട്. അപ്പോൾ നമുക്ക് ഈ മരണത്തിൽ നിന്ന് പിന്നെ നിങ്ങളോട് എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനായാലും നിങ്ങളായാലും പല വീഡിയോസുകൾ, ആൾക്കാർ പറയുന്ന വർത്തമാനങ്ങൾ കേട്ടിട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു ആയുർവേദ അതായത് ഇലകളായാലും പൂക്കളായാലും ഏത് ചെടീൻ്റെ അരളി എന്നല്ല, ഏത് ചെടി, ഇനി സപ്ലിമെൻ്റ് എന്തായിക്കോട്ടെ, അതൊക്കെ ഒരു ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ആയുർവേദത്തിൽ പല ടിക്സും കൊണ്ട് ആൾക്കാർ വരും. അപ്പോൾ നമ്മൾ ബോധവാന്മാരായിരിക്കുക. നമ്മൾ ഉള്ളിൽ ചെല്ലുന്നത് വിഷാന്ന് വരെ അറിയാതെ എത്രയോ ആൾക്കാരുണ്ട്. ഇന്നും അരളിയെക്കുറിച്ചിട്ട് ഈ മരണ വാർത്ത കണ്ടപ്പോഴാണ് എനിക്കൊക്കെ മനസ്സിലായി അരളിയിൽ ഇത്രമാത്രം വിഷമുണ്ടെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഇത്രമാത്രം ആളെ കൊല്ലുന്ന വിഷമുണ്ടെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്, നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മക്കളെടുക്കുന്നെല്ലാം ഈ ചെടിയെ പാടെ നശിപ്പിച്ച് കളയാം. ഒരു വിധത്തിലും ഈ ചെടി വീട്ടിൽ നട്ടുവളർത്താതിരിക്കുക. പൂക്കൾ തരുന്ന ബാക്കി ഒരുപാട് ചെടികളുണ്ട്, അതിനെയൊക്കെ നട്ട് നമ്മുടെ പൂന്തോട്ടം അലങ്കരിക്കുക. ഈ ഒരു ചെടിയെ പാടെ മാറ്റി നിർത്തുക. അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് പിന്നെ നമ്മൾ ഒരു പെൺകുട്ടി മരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഒരു സോഷ്യൽ മീഡിയ ആഘോഷമാക്കി എടുക്കുന്ന ആ ഒരു സംഭവം ഇതിലേക്ക് നിർത്തി വയ്ക്കുക. ഈ ഒരു കാര്യത്തിൽ നിന്നല്ല, എല്ലാ കാര്യത്തിലും ഒരു പെൺകുട്ടീനെ കുറിച്ചിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ആഘോഷമാക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇതൊരു ഇരയായി നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അവൾ പോയി, ഇനി അവളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. ഇനിയെങ്കിലും ആ ഒരു പോയ ആത്മാവിനെ എങ്കിലും ഒരു സമാധാനത്തോടു കൂടി അവിടെ കിടന്നോട്ടെ. അപ്പോൾ ഒരു ആഘോഷമാക്കി മാറ്റാതിരിക്കുക. ഇതാണ് സത്യാവസ്ഥ. അരളിയിൽ നമുക്ക് മനസ്സിലായി അരളിയിൽ വിഷമുണ്ട്. അപ്പോൾ വേറെ ഒരു ദുരൂഹതയോ ഒന്നുമല്ല, വിഷാംശം ഉള്ളിൽ ചെന്നിട്ടാണ് ആ കുട്ടി മരണമടഞ്ഞത്. അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇത്ര നേരം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. Bye.